കോൺഗ്രസിന് ഒപ്പം ശരത് പവാറിന്റെ NCPക്ക് സ്വാധീനമുള്ള വിദർഭ ഉൾപ്പെടെയുള്ള മേഖലകളെയാണ് NDA പിടിച്ചടക്കിയത് എന്നത് എത്രത്തോളം ഇന്ത്യ മുന്നണിയെ മഹാവികാസ് അഘാഡിയെ ഉറക്കം കെടുത്തുന്ന നിലയിലേക്ക് കൊണ്ടുപോകും സായ്കുമാർ? തീർച്ചയായും സുജയ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലടക്കം നേടിയ ഉജ്ജ്വല വിജയം, അതോടൊപ്പം NDA സംബന്ധിച്ച് UP മഹാരാഷ്ട്രയിലും ഒക്കെ നേരിട്ട കനത്ത തിരിച്ചടി, ഈ രണ്ട് മുന്നണികളും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുകളെയൊക്കെ NDA ആകട്ടെ തിരിച്ചുവരവിൻ്റെ ഒരു വലിയ പോരാട്ടമായി കണ്ടു. ഇന്ത്യ മുന്നണിയാണെങ്കിൽ നിലനിർത്താനും ഇനി അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്കിനുള്ള ഒരു പ്രധാനപ്പെട്ട ഇടമായി കാണുകയും ചെയ്തു. പക്ഷേ അവിടെ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് NDA മുന്നണിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാളുകൾക്ക് ശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പ്, അതിന് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ തിരിച്ചടി, വളരെ പെട്ടെന്ന് ഈ സംസ്ഥാനത്ത് തിരിച്ചു വരാൻ, പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ ഇപ്പോൾ NDA സഖ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം നമ്മളെ സൂചിപ്പിക്കുന്നത്. നോക്കൂ, മഹാരാഷ്ട്രയിൽ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം അവകാശപ്പെടാൻ പോലുമുള്ള ശക്തിയില്ലാതെ പ്രതിപക്ഷ സഖ്യം, അതായത് മഹാവികാസ് അഘാഡി പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഈ ജനവിധിയോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്നത്. ശിവസേന ഉദ്ധവ് താക്കറേക്ക് കിട്ടിയത് വെറും 20 സീറ്റാണ്. കോൺഗ്രസ് 16 സീറ്റിൽ ഒതുങ്ങി. NCP ശരത് പവാർ ആകട്ടെ 10 സീറ്റ്, CPM 1 സീറ്റ്, സമാജ്വാദി പാർട്ടി 2 സീറ്റ്. ഈ കക്ഷികളിൽ 29 സീറ്റെങ്കിലും ഒറ്റയ്ക്ക് ഒരു പാർട്ടി നേടിയെങ്കിൽ മാത്രമേ അവർക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനുള്ള അവകാശവാദമെങ്കിലും ഉന്നയിക്കാൻ കഴിയൂ. അതുപോലും കഴിയാതെ തോൽവിയുടെ വലിയ ഒരു തിരിച്ചടി നേരിട്ടാണ് ഇപ്പോൾ മഹാവികാസ് അഘാഡി നിൽക്കുന്നത്. മറുവശത്താകട്ടെ മഹായുതി BJP തന്നെ 132 സീറ്റ് നേടുന്നു. ശിവസേന ഷിൻഡെ വിഭാഗം 57 സീറ്റ് നേടുന്നു. NCP അജിത് പവാർ പക്ഷമാകട്ടെ 41 സീറ്റും നേടുകയാണ്. നേരത്തെ വലിയ തിരിച്ചടികൾ ഉണ്ടായിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ ആ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയ പുതിയ പദ്ധതികൾ, പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ മഹാരാഷ്ട്ര പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തേക്ക് തിരികെ എത്താൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അത് ഇന്ത്യ മുന്നണിക്ക് നൽകുന്ന സന്ദേശം എന്നുള്ളത് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കിയെന്നവർ കരുതുന്നുണ്ടെങ്കിൽ അതിന് അധിക ആയുസ്സില്ല എന്നവരെ ബോധ്യപ്പെടുത്തുന്നത് കൂടിയാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ മുതൽ RSS മഹാരാഷ്ട്രയിലെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. RSSനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണിത്. അവർ 100 വർഷം പിന്നിടുമ്പോൾ മഹാരാഷ്ട്ര പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ എല്ലാം ചുമതല RSS നേരിട്ട് നടത്തുകയായിരുന്നു. വീടുകൾ കയറിയിറങ്ങി എങ്ങനെയാണോ RSSന്റെ മിഷണറി നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ചത്, ഇത്തവണ അത് പൂർവ്വ ശക്തിയോടെ മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം അവിടെ ലഡ്കി ബഹൻ എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതി, അതാണ് ഇത്തവണ മഹാരാഷ്ട്രയിൽ മഹായുതിയുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്നത്. സ്ത്രീകൾ വലിയ രീതിയിൽ ആദിവാസി മേഖലകളിലടക്കം സ്ത്രീ വോട്ടർമാരുടെ ഒരു വലിയ പങ്കാളിത്തം ഇത്തവണയുണ്ടായി. പോളിംഗ് ശതമാനം അടക്കം പരിശോധിക്കുമ്പോൾ അത് വ്യക്തവുമാണ്. അത് 1500 രൂപ സ്ത്രീകൾക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ്. അത് 2100 രൂപയാക്കും എന്ന പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ BJP മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിന് വലിയ സ്വീകാര്യത അവിടെ ലഭിച്ചു എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ വരുന്നത്. ഏകദേശം 46,000 കോടി രൂപ ഇതിനു വേണ്ടി മാത്രം അവിടെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള സ്ത്രീകൾ വലിയ രീതിയിൽ മറ്റ് എല്ലാ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് BJPക്ക് അല്ലെങ്കിൽ ഈ മഹായുതി സഖ്യത്തിന് അവിടെ വോട്ട് ചെയ്തു എന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ അവിടെ വരുന്നത്. അതോടൊപ്പം ഈ സംവരണ വിഷയത്തിലൊക്കെ വലിയ ഭിന്നിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകാമെന്നതടക്കമുള്ള പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നടത്തിയിട്ടുള്ള പ്രചാരണമൊക്കെ അവിടെ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ NDA മുന്നണി മഹായുതി പ്രവർത്തിച്ചു. പക്ഷേ ഇന്ത്യ സഖ്യത്തിന് ഒരു അലസത നമുക്കവിടെ പ്രകടമായിരുന്നു സുജയ. രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പോലും വെറും 5 തവണ മാത്രമാണ് മഹാരാഷ്ട്രയിൽ പ്രചാരണത്തിനെത്തിയതെന്നുള്ള വിമർശനം അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതോടൊപ്പം രാഷ്ട്രീയ തന്ത്രജ്ഞനായ ശരത് പവാറിന് പോലും അദ്ദേഹത്തിൻ്റെ പഴയ തന്ത്രങ്ങളൊന്നും പഴയ രീതിയിൽ ഫലിക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഒരു അനൈക്യമോ അല്ലെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻസോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ വളരെ വേഗത്തിൽ ഈ തോൽവികളുടെയൊക്കെ ഒരു വിലയിരുത്തലിലേക്ക് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയും എത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. തോൽവിക്ക് പല കാരണങ്ങളുണ്ടാകും, പഠിക്കും, തിരുത്തും
വീഴ്ത്തും എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തല അടക്കം ചുമതലയുണ്ടായിരുന്ന നേതാക്കളൊക്കെ വിശദീകരിക്കുന്നത്. ആ രീതിയിൽ ഹരിയാനയിലുണ്ടായ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ക്യാമ്പയിൻ പാറ്റേണിലേക്ക് പോകാൻ കഴിയാത്തതാണ് മഹാരാഷ്ട്രയിൽ അടിപതറാൻ കാരണം എന്നവർ തിരിച്ചറിയുന്നുണ്ടാകണം. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലും കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങിയെങ്കിലും അവിടെയും കാര്യമായ വിജയം ആവർത്തിക്കാൻ കഴിയുന്നില്ല. ആശയപരമായ പോരാട്ടം മാത്രം പോരാ, മോദി വിരുദ്ധ മുദ്രാവാക്യം മാത്രം പോരാ, മറ്റ് ഘടകങ്ങൾ കൂടി പരിഗണിച്ച് കൂടുതലായുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണം എന്നത് ഇന്ത്യ മുന്നണിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്നതാണ് വിലയിരുത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.